പഹൽഗാമിലെത്തി ഫൈനലി. ഇത് കണ്ടോ, നല്ല രസമാണ് കാണാനേ. ഇത് പാർക്കിംഗ് ഗ്രൗണ്ടാണ്. ഇവിടുന്ന് കുറേ വാലിയൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് കുതിരപ്പുറത്തേ പോകാൻ പറ്റത്തുള്ളേ. കുതിരപ്പുറത്ത് അവർ ചോദിക്കുന്നത് 1700 ഒരാൾക്ക്. ഇവിടെ ഒന്നും കാണാനില്ല, ഈ കാണുന്നതൊക്കെ ഉള്ളു. ഇതൊക്കെ ഉള്ളേ. കുതിരപ്പുറത്ത് പോകുന്നില്ല അല്ലേ? മെയിനായിട്ടുള്ള പഹൽഗാം ആക്രമണം നടന്ന ബേസൻ വാലി കാണാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ അവിടെ ക്ലോസ് ചെയ്തേക്കുക, ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല. അപ്പോഴേ പിന്നെ അവിടെ പോയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാം ഒന്ന്, പഹൽഗാമിൻ്റെ ഇവിടെ എല്ലാം ഒന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇനി മറ്റിടത്തൊക്കെ പോയിട്ട് കാര്യമൊന്നുമില്ല. അവിടെ വാട്ടർഫോൾസ് ഉണ്ട്, അവിടെ വെള്ളമില്ലെന്ന് പറഞ്ഞു. പിന്നെ ഭയങ്കര ചോദ്യം ചോദിക്കും. അപ്പോൾ അങ്ങനെ മുടക്കിയിട്ട് പോയിട്ട് കാര്യമില്ല. ഇവിടെ എല്ലാം കുതിരയാട്ടോ, കുതിരയുടെ പരിപാടിയാണ്. കുതിരപ്പുറത്തായി പോകുന്ന മുഴുവൻ. നോക്കി, ഇവിടെ നല്ല രസമാണ്, സീനറി സൂപ്പർ അല്ലയോ, അടിപൊളിയാ. പൈൻ മരങ്ങളും ഭയങ്കര മലകളാണ്. ലാമാരൊക്കെ ഇതിൻ്റെ അകത്തെങ്ങാനൊക്കെ ആയിരിക്കും ഒളിച്ചിരുന്നത്, ഈ കാണുന്നതിൻ്റെ. അതുകൊണ്ട് പുറയിലൊക്കെ കണ്ടോ, ഇതിൻ്റെ അകത്തൊക്കെയാ. അല്ലാതെന്തോ എങ്ങനെ തപ്പും? ഭയങ്കര വനമാ ചുറ്റിനും. ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ടാ വന്ന് ഡിഷു 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 എന്ന് പറഞ്ഞ് 26 പേരെ കൊന്നത്. ഇപ്പോൾ ഉള്ള സെക്യൂരിറ്റി നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം വരത്തില്ലെന്നാ ഡ്രൈവർ പറഞ്ഞു. എല്ലാം നടന്നു കഴിഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, നടക്കുന്നതിന് മുമ്പ് ചെയ്യണം, അതാ പറയുന്നത്. അതാണ് നമ്മളെല്ലാം അങ്ങനെ അല്ലേ. എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോഴേ പിന്നെ കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ എല്ലായിടത്തും അങ്ങനെയാണ്. എല്ലാവരും അങ്ങനെ തന്നെ. അവർ പോയിട്ട് വന്ന് പുറകെ കാണുന്നില്ല, ഫാമിലിയായിട്ട് വാക്കുതർക്കമാണ്. പോകാൻ നേരത്തെ 500 രൂപ എങ്ങാണ്ട് പറഞ്ഞു, 800 രൂപ പറഞ്ഞു. ഇപ്പം 1800 രൂപയാണെന്നാ പറയുന്നത്. ഇങ്ങനെയുള്ള പരിപാടികൾ നമ്മളുണ്ട്. ഇത് നോക്കി കണ്ടോ, മേളിൽ ആ ദൂരെ കണ്ടോ, അവിടുന്ന് മഞ്ഞുരുകി വരുന്ന വെള്ളമാണെന്നാണ് പറയുന്നത്. നോക്കിയേ എന്താ രസം. കുറച്ചുകൂടെ മുമ്പിൽ പോയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. പാർക്കിംഗ് ഗ്രൗണ്ടാണ്. ഇവിടെ ഒന്നും ആരും ഇല്ല, ടൂറിസ്റ്റുകാരും ഇപ്പോൾ വരുന്നില്ല കേട്ടോ. ഇവിടെ എന്നായിട്ടുള്ള പ്രശ്നമുണ്ട്. ലാസ്റ്റിൽ പുള്ളി വന്ന് 800 രൂപയൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. 800 രൂപ കൊണ്ടുവന്നാണ്ട് ഇതുവഴി നമ്മളീ നടന്നു വന്ന വഴി ഇങ്ങനെ കണ്ടോ, ഇതുവഴി ഇങ്ങനെ കയറ്റി ഇല്ല മേളിൽ വരെ പോയിട്ട് തിരിച്ചു വരും. അത് നമുക്ക് നടന്നു പോയാൽ പോരെ, 800 രൂപ കൊടുക്കേണ്ട കാര്യം. അത് മാറി ഇപ്പോൾ 800 രൂപയ്ക്ക് പോകാൻ. 2 പേർക്ക് 2000 ആയി. ഇപ്പോൾ ലാസ്റ്റിൽ 800. ഈ പൈസ പറയുമ്പോൾ അവർ ഓരോരുത്തർ നിന്നിട്ട് ഇതാന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറയാം തിരിച്ചുകൊണ്ട് പോകും. ഇങ്ങനെയൊക്കെയുള്ള പരിപാടി പറയുന്നത്. എന്തായാലും നമുക്കിവിടെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടക്കാം. മെയിൻ കാണാൻ വന്ന സ്ഥലമില്ല, ബേസൻ വാലി. പിന്നെ എവിടെ പോകാൻ അല്ലേ? അന്ന് അറ്റാക്ക് നടന്ന സ്ഥലം അത്. കുതിരപ്പുറത്തൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ കൂട്ടുള്ള 2 പേരാ ടീം മുമ്പിൽ പോകുന്നത് കേട്ടോ. പൈസ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള 2 പേര്. ഞങ്ങളും കൂടെ നടക്കുക കുതിര പോകുന്നതിൻ്റെ പുറകെ. എന്താ സംഭവം എന്നറിയാമല്ലോ അല്ലയോ, എവിടെ ഒരു ചെല്ലോന്ന് അറിയാമല്ലോ. നമ്മളോടാ കളി. ഇഷ്ടം പോലെ ആൾക്കാർ കയറിയില്ലെന്ന് പറഞ്ഞാൽ കയറിയില്ല. ഒന്നാമത് ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ പോകുന്നില്ല. അങ്ങനെയാണ് ഞാൻ അവിടുന്ന് എപ്പോഴേ പോയതിനായിട്ട് താല്പര്യമില്ല. മറ്റേ അടച്ചെന്ന് കേട്ടപ്പോഴേ നമ്മൾ പിന്നെ മനസ്സങ്ങ് മടിച്ചു. തന്നെ ഇവിടെ അങ്ങ് മഞ്ഞും സ്നോ ബോളിങ്ങും ഒന്നുമില്ല. ഇതുപോലെ കുറേ പൈൻ മരങ്ങളും നല്ല വെയിലും ഉണ്ട്. പിന്നെ പൈസ മുടക്കി അതിനെന്തെങ്കിലുമൊക്കെ ഒരു കാഴ്ച ഉണ്ടാവും. അത് ഈ കാശ്മീരിൽ ഇപ്പോൾ 5-6 ദിവസം ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ വാലികളും അതുമൊക്കെ നമ്മൾ കണ്ടതുകൊണ്ട് മഞ്ഞിനോടാണ് താല്പര്യം. പഹൽഗാമിൽ ഇപ്പോൾ മഞ്ഞില്ല, മുകളിലെങ്ങാണ്ടേ ഉള്ളൂ, അങ്ങ് ദൂരെ. അവിടെ നിന്ന് നമ്മൾ എന്തായാലും പോകാൻ പറ്റത്തില്ല. സോജില പാസിലും അതിൻ്റെ അപ്പുറത്തുമൊക്കെ പോയപ്പോൾ നമുക്കറിയാമായിരുന്നു മഞ്ഞുണ്ടെന്നറിയാം. കാരണം നമ്മൾ ഇങ്ങനേ കണ്ടു. അവിടെ എല്ലാം താഴ്വരകളെല്ലാം മഞ്ഞി പൊതിച്ച് കിടക്കുന്നത്. അപ്പോൾ അത് എത്ര രൂപ കൊടുത്ത് പോയാലും നമുക്ക്
നഷ്ടമില്ല. പിന്നെ നമ്മൾ കൊടുക്കും, നമ്മളത് കാണാനല്ലേ വന്നേ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പ്രത്യേകിച്ച് മഞ്ഞൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നേരെ ശ്രീനഗറിനെ തിരിച്ചു പോകാം കേട്ടോ. 6 ഒരാളാണ് ഡ്രൈവർ. അവൻ്റെ ആയിരിക്കും 1.48, 4800, 5000 രൂപ ഒരു റൈഡ്. 1 മണിക്കൂർ കാണുമായിരിക്കും, 1.5 മണിക്കൂർ. ശരിക്കും സീസണൊക്കെ ആണ് എന്തുമായിരിക്കും, കുതിര കിട്ടണ ക്യൂ നിൽക്കേണ്ടി വരും. എന്തായാലും പഹൽഗാം ആക്രമണത്തോടു കൂടി ഏകദേശമൊക്കെ ഒരു പരുവമായി ഇവിടുത്തെ ടൂറിസം എന്നുള്ളതാണ് കേട്ടോ. ലോറി വരുന്നുണ്ട് കണ്ടോ. ലോറി അമ്മ വിടത്തില്ല, അവരവിടെ തന്നെ നിൽക്കാതെ. കൊച്ചു പിള്ളേരെയൊക്കെ ഉണ്ട് കണ്ടോ. നമുക്ക് ആ നദിയിൽ വെള്ളം നോക്കിട്ടല്ലേ, ഉരുളം കല്ലുകളാണ് ഫുള്ള്. നമ്മളെ പഹൽഗാമിൽ മരിച്ച സിവിലിയൻസിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു മെമ്മോറിയൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അതിൻ്റെ മുമ്പിൽ വരാൻ പോകും, അതാ കാണാൻ പോകുന്നേ. ഓക്കെ, ഇതുണ്ട് നമ്മുടെ ഫ്ലാഗൊക്കെ ആയിട്ട് കണ്ടോ ചെയ്ത് വെച്ചേക്കുന്നത്. അവിടെ എല്ലാം പേരെഴുതിയിട്ടുണ്ട് ഇവിടെ കണ്ടോ, നെയിം ഓഫ് ദ മാർക്കറ്റ്. മനോഹരമായൊരു താഴ്വാരം അവിടെ മനോഹരമായ രീതിയിൽ നിർമ്മിച്ചു വെച്ചതാണ്. അടിപൊളിയാണ്, നല്ല രസമുണ്ട്, നല്ല കാമാൻ കൊയറ്റായിട്ട് ഉള്ളൊരു ഇത് തന്നെ. കൊള്ളാം, അടിപൊളിയാണ്. വന്നപ്പോഴേ നമ്മളൊരാളെ പരിചയപ്പെട്ടെ. സാറിൻ്റെ പേരെന്താ? പ്രദീപ്. കണ്ണൂരിൽ നിന്നാണേ. നമ്മുടെ കണ്ണൂരിൽ ചേട്ടനെയൊക്കെ പരിചയപ്പെട്ടു, അവരോട് കുറേ നേരം സംസാരിച്ചേ. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഫോഴ്സിനെ ഇപ്പോൾ കുത്തി നിറച്ചിട്ടേക്കുക അറ്റാക്കിന് ശേഷം. ആ അറ്റാക്ക് നടക്കുന്ന സമയത്ത് വലിയ ഫോഴ്സൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം ഇപ്പം നല്ല സെക്യൂരിറ്റി സിസ്റ്റം ചെയ്തുകൊണ്ടിരിക്കുന്നു. പുള്ളിക്കാരൻ മദ്രാസിലായിരുന്നു, അവിടുന്ന് ഇപ്പം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇവിടെ വന്ന. മൈനസൊക്കെ ആയി കഴിയുമ്പോൾ ഭയങ്കര പാടാണ്. അന്നേരം ടൂറിസ്റ്റുകൾ ഇവിടെ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും കൊള്ളാം, അവരെയൊക്കെ നമിച്ചു. ഈ അറ്റാക്കിന് ശേഷം നമ്മൾ പഹൽഗാമിൽ വരുന്നത് സത്യത്തിൽ ഒരു വേസ്റ്റ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ആ സമയം നമ്മൾ ഗുറാസ് വാലി അല്ലെങ്കിൽ കിരൺ വാലിയൊക്കെ പോയാൽ ഇച്ചിലൂടെ മെച്ചമായി. ഈ കാണുന്നതെല്ലാം അവരുടെ വാസസ്ഥലങ്ങളാണ് കേട്ടോ, വീടുകളാണ്. സത്യത്തിൽ ഇവിടുത്തെ ടൂറിസം കൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ട കാശ്മീരികളുടെ വയറ്റത്തുള്ള ഒരു അടിയായിപ്പോയി പഹൽഗാം അറ്റാക്ക് എന്നുള്ളത് നമുക്കിവിടെ വരുമ്പം മനസ്സിലാവും. സത്യത്തിൽ ഇങ്ങനെയുള്ള ഒരു ഭീകര ആക്രമണം ഏതൊരു ജനവിഭാഗത്തിനാണെങ്കിലും മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. മനോഹരമായ കാഴ്ചകളുള്ള ഈ പഹൽഗാം ഗ്രാമം ഇന്ന് വേദനയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.